ഇപ്പോഴിതാ സുധീർ കരമന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടുന്ന ഏറ്റവും അവസാനമാണ് സുധീർ കരമനയിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത്. സിനിമാ താരം കൂടിയായിട്ടുള്ള, നമ്മൾ നേരത്തെ എന്തായാലും രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ച് പോകേണ്ട ഒരാൾ കൂടിയാണ് സുധീർ കരമന എന്നത് കൂടിയാണ് കൗതുകകരം. സിനിമയിൽ നിന്ന് എത്തിയിട്ടുള്ള ആളാണ് സുധീർ കരമന. അപ്പോൾ സുധീർ കരമനയെ പോലെയുള്ളവരെയൊക്കെ ഇടതുപക്ഷത്തിനും CPM-നും ഒക്കെ മത്സരിപ്പിക്കാം എന്നതാണ്. പക്ഷേ കോൺഗ്രസ് മത്സരിപ്പിക്കുമ്പോഴാണ് അത് സാഹചര്യം മാറിപ്പോകുന്നത് എന്നുള്ളത് വളരെ വിചിത്രമാണ്. സുധീർ കരമന ഇപ്പോൾ എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്ന് സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർ, കായിക മേഖലയിൽ നിന്ന് ഉള്ളവരൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് അറിയാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് സുധീർ കരമന ഇത്തവണ ജനവിധി തേടുന്നത്. അവിടെ ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് തിരിച്ചടി നേരിട്ട ഒരു പശ്ചാത്തലമുണ്ട്. ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം അയോഗ്യമാക്കപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. അത് തൊണ്ടി മുതൽ തിരുമുര കേസിൽ ആയിരുന്നു അയോഗ്യത കൽപ്പിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് ആണ് ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് നിഷേധിക്കുകയും അങ്ങനെ ഇടതുപക്ഷം CPM തന്നെ അതിനൊരു തീരുമാനമെടുത്തുകൊണ്ട് സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. SFI രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്, സിനിമാ താരമെങ്കിലും സുധീർ കരമന. നേരത്തെ രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയ സാഹചര്യവും അതുതന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി കോൺഗ്രസ് അനുകൂല നിലപാട് എല്ലായ്പ്പോഴും സ്വീകരിക്കുന്ന ആൾ കൂടിയാണ്. കോൺഗ്രസിൻ്റെ വേദികളിൽ അടക്കം സജീവമായിട്ടുള്ള ആൾ കൂടിയാണ്. അതേസമയം സുധീർ കരമന SFIയിലൂടെ തന്നെ വിദ്യാർത്ഥി സംഘടനാ തലത്തിൽ അടക്കം പ്രവർത്തിക്കുകയും പിന്നീട് സിനിമാ മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ആയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.